ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്ലീവ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ട ടോപ്പിന് വേണ്ടിയിട്ടാട്ടോ അന്ന് ആ ഒരു സ്ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ലീവ് കട്ടിങ്ങും അത് ചെയ്യുന്ന മെത്തേഡൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നൊക്കെ വഴിയെ കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് അതൊന്ന് റഫായിട്ട് വരച്ച് കാണിച്ചു തരാം. ഇതുപോലെയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. റിയാലിറ്റി എന്താവുമെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ മടക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. 4ആയിട്ട് മടക്കിയിട്ട് വീണ്ടും അഗെയിൻ മടക്കുക. അപ്പോൾ ഇതുപോലെ 4 പീസ് കിട്ടും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെയ്യാൻ പോണ മോഡൽ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ട ഞാനൊരു പേപ്പറും പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വരുന്നൊരു ടോപ്പാണ് ചെയ്യുന്നത്. ഒരു ക്രോപ്പ് ടോപ്പാണ് ഉദ്ദേശിച്ചത്. പിന്നെ സ്ലീവ് വരുന്ന റഫിൾ സ്ലീവ് അഥവാ ഞാൻ പ്ലീറ്റഡ് സ്ലീവ് ആണ്. അതായത് ഞാൻ സാധാരണ ചെയ്യാറുള്ള സ്ലീവ് ഇല്ല, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു അംബ്രല്ല സ്കേർട്ടും. അപ്പോൾ ഉടുപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും, ഇതുപോലത്തെ നെക്കും ഇങ്ങനത്തെ സ്ലീവും, പിന്നെ ബാക്ക് പോർഷൻ വീനക്ക് വന്നിട്ട് ഒരു ബോ ഒക്കെയാണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ആവോ എന്തോ, അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്കും കാണാം. പിന്നെ അംബ്രല്ല സ്കേർട്ട് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതുപോലത്തെ ഒരു ഉടുപ്പും ഇതുപോലത്തെ ഒരു സ്കേർട്ടുമാണ് വരുന്നത്. എന്തായി തീരുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ തുണി 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം എൻ്റെ കയ്യിരിക്കുന്ന ഭാഗം നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെക്ക് വിഡ്ത്ത് വരുന്ന 3 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമുക്കിനി ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ ഞാൻ 4ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് 6.5 ഇഞ്ചാണ് ആം ഹോൾ ലെങ്ത് കൊടുക്കുന്നത്. ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി നെഞ്ചുവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്കിവിടെ നെഞ്ചുവണ്ണം 11 വരുന്നത്. അപ്പോൾ 4ആയിട്ട് മടക്കിയിടുമ്പോൾ 11 വരുന്നത്. ഇതുപോലെ 11 കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ നെഞ്ചുവണ്ണം മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്ക് 11 മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി കൈക്കുഴി കർവ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കേട്ടോ എടുക്കുന്നത്. അതായത് ടേപ്പ് നമ്മൾ ആ ഒരു കർവിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഒരു 1 അല്ലെങ്കിൽ 1.5. ഞാനിവിടെ 1 എടുത്തത്, സോറി 1.5 അല്ല 1 എടുത്തത്. അതിനുശേഷം നമുക്ക് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. കേർവ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ആം ഹോൾ ലെങ്തിൻ്റെ മിഡ് പോയിൻറ്റും അതുപോലെ തന്നെ നെഞ്ച് വണ്ണത്തിൻ്റെ മിഡ് പോയിൻറ്റും എടുത്തിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കേർവ് കണക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി. ഇനി നമുക്ക് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് ലെങ്ത് കൊടുക്കുന്നത് 6 കേട്ടോ. പിന്നെ ഞാനിവിടെ വേറൊരു മോഡലാണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ 6 ഇഞ്ച് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നെക്ക് വിഡ്ത്ത് 3 കേട്ടോ, അത് നേരത്തെ പറഞ്ഞല്ലോ. 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ 5 ഇഞ്ചിൻ്റെ പോർഷൻ വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. അതാണ് ഇപ്പോൾ ഈ ചോക്കിരിക്കുന്ന ഒരു 5 ഇഞ്ച് വരുന്നിടത്താണ്. അവിടെ നിന്ന് ഇതുപോലെ വളച്ച് ഇതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ 6 ഇഞ്ചാണ് ടോട്ടൽ ഫ്രണ്ട് നെക്ക് ലെങ്ത് വരുന്നത്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ അത്ര 5 ഇഞ്ച് എടുക്കുക. അതായത് ഈ ഒരു നെക്ക് ലെങ്തിൽ 5 ഇഞ്ച് എടുത്തിട്ട് 6ലേക്ക് ഇതുവരെ വളച്ച് വരച്ച് കൊടുക്കുക. അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് വരച്ച് നമുക്കുള്ളൊരു നെക്ക് കിട്ടും. അതിനുശേഷം ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതുപോലത്തെ ഷേപ്പിലൊരു നെക്ക് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൻ്റെ പരിപാടി. ഇനി ബാക്ക് പോർഷൻ്റെ അകത്തെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ സെയിം കൈക്കുഴി 6.5 എടുക്കുക. അതിനുശേഷം ഷോൾഡർ 4 കൊടുക്കുക, നെക്ക് വിഡ്ത്ത് 3 കൊടുക്കുക, പിന്നെ നെക്ക് ലെങ്ത് 6 കൊടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഞാൻ നെക്ക് കൊടുക്കുന്ന വീനക്കാണ് കേട്ടോ. വീനക്ക് നേരത്തെ വരച്ച് കാണിച്ചില്ല, അതുപോലെ വീനക്കാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. പിന്നെ ലൈനിങ്ങിൻ്റെ അകത്ത് ഇതിന് പ്രത്യേകിച്ച് അടയാളപ്പെടുത്തലും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ലൈനിങ്ങിൻ്റെ അടിയിലിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നെക്ക് കട്ട് ചെയ്യണ്ട, ജസ്റ്റ് നമ്മൾ കൈക്കുഴി റൗണ്ട് മാത്രം കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടില്ല, ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാൻ സ്പീഡ് കൂട്ടിയാണ് കേട്ടോ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് 2 മെയിൻ പോർഷനും 2 ലൈനിങ്ങും കിട്ടും. അപ്പോൾ എന്നാലും നമുക്ക് ഇനി ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമുക്ക് 2 പോർഷനാണ് വരുന്നത്. ബാക്ക് പോർഷനും വരുന്നുണ്ട്, ഫ്രണ്ട് പോർഷനും വരുന്നുണ്ട്. ഞാൻ ബാക്ക് പോർഷൻ ആയിരുന്നു വീനക്ക് കൊടുത്തത്, നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ. അപ്പോൾ വീനക്ക് ബാക്ക് പോർഷൻ ആയിരുന്നു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ അതിൻ്റെ നല്ല ഭാഗം എടുക്കുക. നല്ല ഭാഗം ഇതുപോലെ എടുക്കുക. ഇതാണ് നല്ല ഭാഗം. നല്ല ഭാഗം എന്ന് വെച്ചാൽ പ്രിൻ്റ് ഉള്ള ഭാഗം, അതായത് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ പുറത്ത് വരുന്ന ഭാഗത്തെയാണ് നല്ല ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ നല്ല ഭാഗം എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈനിങ്ങിൻ്റെ അകത്ത് നമ്മൾ നെക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് ഈ നല്ല ഭാഗത്ത് ഈ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ല ഭാഗത്ത് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറയുന്നത് പോലെ നമുക്കിതുപോലെ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം. ഇവിടെയൊക്കെ പിൻ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് സെറ്റാക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഇത് ചീത്ത ഭാഗമാണ്, പുറകിലാണ് നല്ല വശം. അപ്പോൾ നല്ല വശത്ത് നമ്മൾ ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് മുട്ടിപ്പിൻ എടുക്കുക. അതിനുശേഷം താണ്ടെ ഇവിടെയൊക്കെ ഈ ഒരു അറ്റത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള രീതിയിൽ വിട്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് എന്തിനാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതങ്ങോട്ട് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ, കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു വി ഷേപ്പ് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ ഫുൾ പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിടുക. 1/2 ഇഞ്ച് വിട്ടിട്ട് അതൊന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം.
അതായത് കണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു 1/2 ഇഞ്ച് ഇവിടം വരെ വിടുക. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ അടിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്ന് സൂചി നിർത്തിയിട്ട് വീണ്ടും ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ മുകളിലോട്ട് തയ്ച്ചിറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കെട്ടിട്ട് നിർത്തണം. ഇതുപോലെ ഇവിടെ കെട്ടിട്ട് നിർത്തിയിട്ട് വേണം താഴോട്ട് ഇതുപോലെ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അടിച്ചിറക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഞാനൊരു ഏകദേശം നമ്മളൊരു 1/2 ഇഞ്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇറക്കുക. അപ്പോൾ ഈ വീനൊക്കെ വരുന്ന പോർഷനിൽ, അതായത് വി വരുന്ന ഭാഗം, അതായത് ഇത് വി ആണെങ്കിൽ ഈ ഭാഗം, ഈ വി വരുന്ന ഭാഗത്ത് സൂചി ഇതുപോലെ കുത്തി നിർത്തിയിട്ട് നമ്മൾ ഫൂട്ട് ഇതുപോലെ പൊക്കി കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ കറക്കി എടുക്കുക. ഓക്കെ, അങ്ങനെ വെക്കണം. അതായത് സൂചി ഈ തുണിയിൽ നിന്ന് വിടാൻ പാടില്ല. അങ്ങനെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ കറക്റ്റ് ചരിച്ച് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ വെച്ച് ഇങ്ങനെ പ്രഷർ ഫൂട്ട് താത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇറക്കുക. അപ്പോൾ നമ്മൾ ഈ പോർഷൻ എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതുപോലെ ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കെട്ടിട്ട് നിർത്തി കൊടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി ഈ ലൈനിങ് കട്ട് ചെയ്ത് കളയണം. ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു അറ്റത്തൂടെ ഇതുവഴി കട്ട് ചെയ്ത് കളയുക. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ എന്തായാലും ഞാൻ പിന്നൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. അതിന് മുന്നേ തന്നെ ഞാൻ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റുവാണ്. ആ ഒരു വി ഷേപ്പിൽ തന്നെ നമ്മൾ ഇതുപോലെ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റുക. നിൽക്ക്. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അതായത് തയ്യലിൽ വീഴാത്ത വിധത്തിൽ ചെറിയ ചെറിയ കട്ടിങ്സ് നൂലിന് തൊട്ട് പുറത്തായിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ പിന്നെല്ലാം ഇളക്കി കളഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം. ഓക്കെ, അപ്പോൾ ദാണ്ടേ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണി തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാണിച്ചു തരാം. കണ്ട, തിരിച്ചിടുമ്പോഴത്തേക്ക് നമുക്ക് ദാണ്ട് വീനക്ക് ഇതുപോലാണ് കിട്ടുന്നത്. ഇതുപോലെ തിരിച്ചിടുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടില്ലേ, വീനൊക്കെ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി പതിച്ചടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പതിച്ചടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ദാണ്ട് ഈ ഒരു തുണിയുടെ, അതായത് നല്ല തുണിയുടെ ഈ വശത്തൂടെ മൂളിക്കൂടെ 1/2 ഇഞ്ചൊന്നും താത്തി ഇറക്കണ്ട, ജസ്റ്റ് മൂളിക്കൂടെ പതിച്ചടിച്ച് ഇതുപോലെ ഇറക്കി ഇവിടെ കൊണ്ട് നിർത്തുക. സൂചി നിർത്തിയിക്കുക. ഞാൻ നേരത്തെ കാണിച്ചില്ല, അതുപോലെ നിർത്തിയിട്ട് ഈ അറ്റത്തൂടെ അടിച്ച് ഇവിടെ ഇറക്കുക. അപ്പോൾ നമ്മളിവിടെ പതിച്ചടിച്ച് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ വീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സ്ട്രാ കിടക്കുന്ന ഇതില്ലേ, അതായത് ലൈനിങ് ഒക്കെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. അതായത് നമുക്ക് ഈ ഒരു മെയിൻ പീസിൻ്റെ തുണിക്ക് ഒപ്പമാക്കി വെക്കുക ലൈനിങ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ഫ്രണ്ട് നെക്കും ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ മെയിൻ തുണിയുടെ നല്ല ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് പിൻ വെച്ച് ഇങ്ങനെ സെക്യൂർ ചെയ്ത് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ ഇതുപോലെ അടിച്ചിറക്കുക. അപ്പോൾ നിർത്തി അതായത് ആ ഒരു കോർണർ വരുന്ന ഭാഗത്ത് സൂചി ഇതുപോലെ നിർത്തി വളച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ കൂടി ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പോലും എല്ലാം കൂടി ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞങ്ങ് പോണത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ഉള്ള പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഈ ഒരു ഭാഗം മനസ്സിലാവാത്തവർ, നമ്മൾ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് കുറച്ച് മുന്നേ ഞാൻ ഈ ഉടുപ്പിൻ്റെ തന്നെ ബാക്ക് പോർഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മളിതുപോലെ അടിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക, പിന്നെ പതിച്ചടിക്കുക. അതുപോലെ പതിച്ചടിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഉടുപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറെ പരിപാടി എന്താ വെച്ചാൽ ഇനി ഇത് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടി ക്ലിയർ ആക്കി കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് മനസ്സിലായില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ മാക്സിമം ഇതിൻ്റെ അകത്തൂടെ അത് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് തുണിയുടെ നല്ല വശങ്ങൾ നമ്മൾ ഇതുപോലെ ചേർത്ത് വെക്കുക. ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് രണ്ട് ഷോൾഡറും കയ്യിലെടുക്കുക. അതിനുശേഷം രണ്ട് തുണിയുടെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ഇത് കണ്ടാവും ഇങ്ങനെ പിടിച്ചിട്ട് സ്പ്ലിറ്റ് ആക്കുക. ഇതുപോലെ സ്പ്ലിറ്റ് ആക്കുമ്പോഴത്തേക്ക് ലൈനിങ് പുറകിൽ വരും. ഞാൻ കാണിച്ചു തരാം. അതായത് കണ്ട നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ചേർത്ത് പിടിക്കുക.
ലൈനിങ് പോർഷൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഞാൻ പിടിച്ചേക്കുന്ന കണക്ക് തന്നെ ദാണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നീട്ടി അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ദാണ്ട് ഇതുപോലെ കിട്ടും. ഞാൻ ജസ്റ്റ് ചോക്കിനൊന്ന് വരച്ച് കാണിക്കുന്നുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇറക്കിയതിന് ശേഷം നമുക്കിനി ഇത് തിരിച്ചിടാം. ദാണ്ട് ഇതുപോലെ വലിക്കുമ്പോഴത്തേക്ക് ഇത് തിരിഞ്ഞ് വരും. അപ്പോൾ ഇതുപോലാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നത്. പിന്നെ അത് ചെറിയൊരു അപാകത എവിടെ പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് എക്സ്ട്രാ ഇതുപോലെ തോൾ ഇറങ്ങി കിടക്കുന്നുണ്ടോ എന്നൊരു സംശയം. അതായത് ഷോൾഡർ കുറച്ച് എക്സ്ട്രാ നമ്മുടെ ബാക്ക് പോർഷനിൽ കൂടിയെന്നൊരു സംശയം. അത് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ അത്രയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ഷോൾഡറും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. അതായത് നമ്മൾ ലൈനിങ് തമ്മിൽ ചേർത്ത് വെക്കുക, അതുപോലെ മെയിൻ പോർഷൻ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിറക്കാം. അപ്പോൾ നമ്മളുടെ ഷോൾഡർ ഇട്ടാൽ ഇതാകുമ്പോഴത്തേക്ക് തയ്യൽ തുമ്പ് പുറത്ത് കാണത്തില്ല. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം, പക്ഷേ തയ്യൽ തുമ്പൊക്കെ പുറത്ത് വരും. അതിനുശേഷം എന്താണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ സ്ലീവ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ലീവിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിനുശേഷം ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുക്കുക. രണ്ട് സൈഡിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ കറക്റ്റ് ഷേപ്പ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് അടിഭാഗവും കൂടി മടക്കി അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാമേ. ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിട്ടിട്ടുള്ള ഫുൾ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല, ജസ്റ്റ് ഷോർട്ട് വീഡിയോസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതോളം ഞാൻ എൻ്റെ ബാക്ക് നെക്ക് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും സ്റ്റിച്ച് ചെയ്യാൻ നേരം ഇല്ലാത്ത സിബ് ഇത് എവിടെ നിന്ന് വന്നെന്നും. ശരിക്കും പറയല്ലോ, ഞാനിതൊരു ഫംഗ്ഷൻ ഇടാൻ വേണ്ടി ഇട്ട് നോക്കാൻ നേരമാണ് ഇത് താഴോട്ട് ഇറങ്ങുന്നതെന്നുള്ള കാര്യം മനസ്സിലായത്. ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് തയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിൽ സിബോ അതുപോലെ ഹുക്കോ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണം. ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നു. ഉള്ളതുപോലെ പറയാമല്ലോ. പിന്നെ ഫൈനൽ ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ പിന്നെ സിബ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഞാൻ ഇത്രയൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കുക. അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഡ്രസ്സിൻ്റെ ബാക്കിൽ ഒരു ബോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ട് ചെയ്തതാട്ടോ. ഞാൻ ലാസ്റ്റ് പിക്ക് ആഡ് ചെയ്തേക്കാം. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ബോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ എല്ലാം കൂടി ആഡ് ചെയ്താൽ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഞാനത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറയുന്നത്. ദാണ്ടേ ഈ ബോയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ ദാണ്ടേ ഈ ഒരു പിക്ചർ കണ്ടിട്ട് സെയിം ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ ഏകദേശമൊക്കെ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ലോങ് വീഡിയോ നമ്മൾ അടുത്ത ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.